ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നമ്മൾ സിസ്റ്ററിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് സിസ്റ്റർ ആയിരിക്കുന്ന ഈ രൂപതയിലെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ വീടുകളിലേക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലേക്ക് സിസ്റ്ററിനെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാവിനെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുവാനുള്ള മാർഗങ്ങൾ പറയുമ്പോൾ അവർ പങ്കുവെക്കുന്ന പ്രധാന 2 കാര്യങ്ങളാണ്: ഈ മകന് അല്ലെങ്കിൽ ഈ മകൾക്ക് കുമ്പസാരം കുർബാന ഇല്ല. ഈ അടുത്ത് പോയത് മകളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്താണ് ആ അപ്പച്ചൻ കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടത്. കാരണം അത് ചെയ്യാതെ അച്ഛൻ ഈ കുട്ടിക്ക് കുർബാന സ്വീകരണം കൊടുക്കില്ല. അപ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരണം കൊടുക്കുമ്പോൾ കുമ്പസാരിച്ച അപ്പൻ ഇന്ന് ഇത്രയും പ്രായമായ മകളായിരിക്കുമ്പോൾ ഈ അപ്പൻ പിന്നെ കുമ്പസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ കൊണ്ട് ചെല്ലുമ്പോൾ ഷെയർ ചെയ്യുന്നത് കുർബാന കുമ്പസാരം ഈ വ്യക്തിയിൽ തീരെയില്ല. അതാണ് പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് ആദ്യം നയിക്കുന്നത്. കുമ്പസാരമില്ല, ഞായറാഴ്ച കുർബാന പോലുമില്ല. ഈ കാര്യത്തിലെ ഈ ഒരു വിഷയത്തിലെ എല്ലാ വൈദികരും സിസ്റ്റേഴ്സും തിരുസഭാ അധികാരികളും കുടുംബങ്ങളെ നമ്മൾ പ്രബുദ്ധരാക്കേണ്ടതുണ്ട്. ഇത് വലിയ വലിയ പ്രധാനപ്പെട്ട ഇടവകളിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 1 അല്ല 2 അല്ല 5 സിസ്റ്റർ ഇടവകയിലെ 5 ആത്മഹത്യ കുടുംബത്തിലേക്കാണ് പരിശുദ്ധ അമ്മയുമായിട്ട് കടന്നു ചെന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണ് തുറക്കേണ്ട ഒരു സമയമാണ്. തീക്ഷ്ണതയോടെയും ജാഗരൂകതയോടെയും മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മക്കൾ ഒരു വശത്ത്, ആത്മാവിൻ്റെ മുഴുകി ജീവിക്കുന്ന പന്തക്കുസ്ത തിരുനാളിന് നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ ദുരാത്മാവ് വന്ന് നിറയുകയാണ്. കുർബാനയും കുമ്പസാരവും കൂദാശ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലെന്ന് പറയുന്ന കുടുംബങ്ങളെ പിശാച് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദിവസവും കുർബാനയ്ക്ക് പോകുന്നതിലെ ആദ്യമായിട്ട് നമ്മുടെ ഇടവക പള്ളിയിലെ കുർബാന, അതിനാദ്യം മുൻതൂക്കം കൊടുക്കുക. ഞാനായിരിക്കുന്ന എൻ്റെ ഇടവക പള്ളിയിലെ പരിശുദ്ധ കുർബാന, അതായിരിക്കട്ടെ നമ്മുടെ ആദ്യ ലക്ഷ്യം, ആദ്യ കാൽവെപ്പ്. ആമേൻ.